ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾക്കൊരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. നാം കഴിഞ്ഞ സന്ദേശത്തിൽ കണ്ടു, ഒന്നാമതായിട്ട് വിതയ്ക്കുന്നത് കൊയ്യുവാൻ വേണ്ടിയാണ്. വിതയ്ക്കുവാനുള്ള സ്ഥലം നമുക്കുള്ളത് ഈ ലോകമാണ്. വിത്ത് 2 തരമുണ്ട്, ജഡത്തിൻ്റെ വിത്തും ആത്മാവിൻ്റെ വിത്തും. ജഡത്തിൻ്റെ വിത്ത് നാം വിതച്ചു കഴിഞ്ഞാൽ നാം നാശം കൊയ്യും. ഇതിനെക്കുറിച്ച് അനേക എക്സാമ്പിളുകൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതിൽ ഒരെണ്ണം കഴിഞ്ഞ സന്ദേശത്തിൽ നാം കണ്ടു. ഇന്ന് നമ്മൾക്ക് ആത്മാവിൻ്റെ വിത്തിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കാം. നമുക്കൊരു വേദഭാഗം വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് 3.5 വർഷക്കാലവും ഈ വിത്തുകൾ വിതച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ മാതൃപുരുഷനായ ക്രിസ്തു ഈ സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന നാമും എപ്പോഴും നമ്മുടെ ഗുരുവിനെ പോലെ ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കണം എന്നാണ്. 40 ദിവസം ഉപവസിച്ചതിന് ശേഷം നമ്മുടെ കർത്താവിന് വിശന്നു. അപ്പോൾ സൂത്രശാലിയായ സാത്താൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു. കർത്താവിനെ പരീക്ഷിച്ച് എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം. എന്നാൽ ഇന്ദ്രിയജയമുണ്ടായിരുന്ന കർത്താവ് അവനെ ആത്മാവെന്ന വാൾ കൊണ്ട് അവനെ തോൽപ്പിക്കുന്നതായിട്ട് നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. അതിനുശേഷം കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ വിത്ത് വിതയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം നമുക്ക് അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന മനസ്സലിയുന്ന സ്നേഹവാനായ ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെറുതെ കരയേണ്ട എന്ന് പറയുക മാത്രമല്ല, ആ ശവത്തിൻ്റെ മഞ്ച് അവൻ കർത്താവ് തൊട്ടു. അവൻ ജീവനുള്ളവനായിട്ട് തീർന്നു. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ദുഃഖത്തിൻ്റെ ഭവനം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭവനമായിട്ട് തീരുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം കർത്താവ് സഞ്ചരിച്ചപ്പോഴെല്ലാം അനേക കുരുടന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നു. അനേക കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്നു. മറ്റുള്ളവർക്ക് തൊടുവാൻ ഇഷ്ടമില്ലാത്ത കുഷ്ഠരോഗികൾ അടുത്ത് വന്നപ്പോൾ അവരെ ഓടിച്ചു കളയുന്ന കർത്താവല്ല, സ്നേഹവാനായ കർത്താവ് അവരെ തൊടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചെകിടരെ, കുരുടരെ, ഇവരെല്ലാം കണ്ടപ്പോൾ അവരെ തൊട്ട് അവരെ സൗഖ്യമാക്കുന്ന സ്നേഹവാനായ ഒരു മനസ്സിലുള്ള കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല കർത്താവിൻ്റെ അടുക്കൽ വന്നിരുന്ന അനേക ജനങ്ങൾ അവർക്ക് വിശന്നു. എന്നാൽ ഈ കർത്താവിൻ്റെ വായിൽ നിന്നുള്ള ഇമ്പവചനം കാരണം അവർക്ക് ഭക്ഷണം കഴിക്കുവാനോ അവർക്ക് പോകുവാനായിട്ട് ഇടമില്ലാതിരുന്നുകൊണ്ട് അവർ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരുവോ, ഇവർ 3 ദിവസമായി, കുറച്ച് ദിവസങ്ങളായി നമ്മോട് കൂടി ആയിരിക്കുന്നു, ഇവർക്ക് വിശക്കുന്നു, ഇവരെ അയക്കാൻ പറഞ്ഞു. എന്നാലും മനസ്സിലുള്ള സ്നേഹവാനായ കർത്താവ് അവരെ അയക്കുകയല്ല ചെയ്ത് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് അവരെ തൃപ്തി വരുത്തുന്ന കർത്താവായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് യോഹന്നാൻ 11:33 വാക്യത്തിൽ കർത്താവിനെ വീണ്ടും നമുക്ക് സ്നേഹവാനായ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ലാസറിൻ്റെ ഭവനം, അവിടെ മറിയയും മാർത്തയും അവിടെയുണ്ട്. ലാസർ അവരുടെ ഏക സഹോദരനായിരുന്നു. ലാസർ മരിച്ചുപോയി. എന്നാൽ കർത്താവ് അത് കഴിഞ്ഞതിന് ശേഷം ലാസറിനെ കാണുവാനായിട്ട് വന്നു. അപ്പോൾ മറിയ കരയുന്നത് കണ്ടപ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 11-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ കാണുന്നത്, മറിയ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. അതെ, സ്നേഹവാനായ ദൈവം, കരുണയുള്ള ദൈവം,
അവൻ ഉള്ളം നൊന്ത് കലങ്ങുന്നതാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ ഉള്ളം നൊന്ത് കലങ്ങി അവർക്ക് വേണ്ടി വേണ്ടത് ചെയ്യുന്ന സ്നേഹവാനായ കർത്താവ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് വെറുതെ ഉള്ളം നൊന്ത് കലങ്ങുക മാത്രമല്ല ചെയ്തത്, അവൻ മരിച്ച നാറ്റം വെച്ച് കിടന്ന ലാസറിനെ എഴുന്നേൽപ്പിക്കുവാനും അവർക്ക് തിരിച്ച് അവരുടെ സഹോദരനെ കിട്ടുവാനായിട്ട് സാധിച്ചു. ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം നമുക്കൊന്ന് നോക്കിക്കേ, എത്ര കലങ്ങി മറിഞ്ഞ ദുഃഖത്തിൻ്റെ ഒരു ഭവനമായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ ചെന്നപ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭവനമായിട്ട് തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് ഈ ലോകത്തിലായിരുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഇങ്ങനെ കർത്താവ് ഈ വിത്തുകൾ വിതച്ചുകൊണ്ടേ നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. 20-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കൊണ്ട് യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. അതേ, സമാധാനം കൊടുക്കുന്ന കർത്താവായിട്ട് അവൻ സമാധാനദായകനായതുകൊണ്ട് കർത്താവിന് സമാധാനം കൊടുക്കുവാനായിട്ട് സാധിക്കും എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർക്ക് സമാധാനം കൊടുത്തു. അവരെ ഈ ലോകത്തിലേക്ക് വിളിച്ചാക്കിയത് അവരെ വിളിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്നാൽ ആ ദൗത്യമെല്ലാം മറന്ന് ശിഷ്യന്മാര് ഇപ്പോൾ കടൽക്കരയിൽ ത്രിബിയോസ് എന്ന കടൽക്കരയിലേക്ക് ശിഷ്യന്മാര് മീൻ പിടിക്കുവാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 12 ശിഷ്യന്മാരിൽ ഒരാളിപ്പോൾ ഇല്ല. 11 പേരിൽ 7 ശിഷ്യന്മാരും കൂടിയാണ് മീൻ പിടിക്കുവാനായിട്ട് പോകുന്നത്. അതിൽ കർത്താവിൻ്റെ മാറിൽ ചാരിയിരുന്ന യോഹന്നാനും അവിടെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരാരും പറഞ്ഞില്ല, നമ്മളെ ദൈവം ഈ ഒരു ദൗത്യത്തിനായിട്ട് ഏൽപ്പിച്ചതാണ്, നാം മനുഷ്യരെ പിടിക്കുന്നവരെ ആക്കുവാൻ വേണ്ടി നമ്മളെ ആക്കിയതാണ്. അവരെല്ലാം മറന്നു. അവർ കർത്താവിൻ്റെ ആജ്ഞകളെ കൽപ്പനകളെല്ലാം മറന്നിട്ട് അവരിന്ന് മീൻ പിടിക്കുവാൻ പോവുകയാണ്. അവരുടെ അടുക്കലേക്ക് ഇതാ സ്നേഹവാനായ ദീർഘക്ഷമയുള്ള കരുണയുള്ള ആ കർത്താവ് അവരുടെ അടുക്കിലേക്ക് വരുന്നു. അവരെ വഴക്ക് പറയുകയല്ല, അവരെ ദേഷ്യപ്പെടുകയല്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിക്കുകയല്ല. അവരുടെ അടുത്തിലേക്ക് വന്നിട്ട് സ്നേഹവാനായിട്ട് അവർക്ക് വേണ്ടി അപ്പവും മീനും ഒരുക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർക്കൊന്നും കിട്ടിയില്ല. അവർ തിരിച്ചു വന്നപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചു കൊള്ളുവീനെന്ന് പറഞ്ഞു. ഇത്ര സ്നേഹവാനായ, ഇത്ര കരുണയുള്ള, ഇത്ര ദീർഘക്ഷമയുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്നുള്ളത് ഓർക്കുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കണമെന്നും അതിൻ്റെ ഫലം നാം കൊയ്യണമെന്നും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ജീവിതത്തിൻ്റെ ഈ വിത്തിൻ്റെ ഉടമയായ ദൈവത്തിൻ്റെ മക്കളാകണം. നാം അതിക്രമക്കാരും പാപികളുമായിരുന്നപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി വന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതെ, ലോകത്തിൻ്റെ പാപം ചുമക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് സഹോദരിമാരെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ഈ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം കർത്താവിനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നു. അതെ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കർത്താവിനെ, നമുക്ക് വേണ്ടി വന്ന ഈ കർത്താവിനെ ഏകദൈവവും ഏകരക്ഷകനുമായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരുന്നു. നിത്യശിക്ഷാവധിയിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നു. അതോടൊപ്പം ആത്മാവെന്ന ആദ്യദാനം നമുക്ക് ലഭിക്കുന്നു. ആത്മാവ് ലഭിച്ച നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകുന്നു. നമ്മൾക്ക് ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ സാധിക്കുന്നു. ഈ ആത്മാവിൻ്റെ വിത്ത് വിതച്ച അനേകരെ ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മൾക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീദ് എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൾ അനേക സൽപ്രവൃത്തികൾ ചെയ്തു. എന്നാൽ അവൾ സൽപ്രവൃത്തികൾ ചെയ്തുവെങ്കിലും
അവൾക്ക് ദീനമുണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സൽപ്രവൃത്തിയോ ആ വ്യക്തി ഒരു ഭക്തിയോ എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും നിന്ദയും പരിഹാസവും ഉണ്ടാകുന്നത്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളൊരു ദൈവഭക്തിയായിരുന്നു. അവൾക്ക് അസുഖമുണ്ടായി എന്ന് മാത്രമല്ല, അവൾ മരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ അവിടെ അടുത്ത് പത്രോസ് ഉണ്ടായിരുന്നത് മുഖാന്തരമായിട്ട് അവർ ആളയച്ച് പത്രോസിനോട് ഈ വിവരം പറയുകയും പത്രോസ് അവളുടെ ഈ സ്ഥലത്തിലേക്ക് യോപ്പയിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ പത്രോസ് വന്നപ്പോൾ കണ്ട കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അവർ അവനെ മാളികമുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞും കൊണ്ട് തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ ഉടുപ്പുകളും കാണിച്ചു കൊടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 5 ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾക്കായിട്ട് തന്നെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്നവരാണ് സ്ത്രീകൾ. പ്രത്യേകിച്ച് എത്ര കിട്ടിയാലും സംതൃപ്തിയുള്ളവരല്ല. എന്നാൽ ഈ സ്ത്രീരത്നത്തെ സംബന്ധിച്ചിടത്തോളം അവൾ അതുണ്ടാക്കി ചിലപ്പോൾ അവൾ ഉടുക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കാം അവൾ മറ്റുള്ളവർക്ക് കുപ്പായങ്ങളും ഉടുപ്പുകളും കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് അവളുടെ സ്നേഹത്തെയും അവളുടെ സ്വഭാവ ഗുണത്തെയും അവൾ വിതയ്ക്കുന്ന വിത്തിനെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ ചുറ്റും നിന്നവര് അവളുടെ സൽപ്രവൃത്തികളെ കണ്ടുകൊണ്ട് അവളെ പ്രശംസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പത്രോസ് തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവളുടെ സൽപ്രവർത്തികൾ, അവൾ ജീവിതത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം ഇത് വിധിച്ചത് മുഖാന്തരമായിട്ട് അവൾ അനുഗ്രഹിക്കപ്പെടുവാൻ മാത്രമല്ല ദൈവനാമം മഹത്വപ്പെടുവാനും ഇടയായി. അവളെക്കുറിച്ച് ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീരത്നമാണ് എന്നുള്ളത് നമുക്ക് അവിടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ആത്മാവിൽ വിതയ്ക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ജീവനെ കൊയ്യും. മാത്രമല്ല നിത്യതയിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പ്രതിഫലവും നമ്മൾക്ക് ലഭിക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിൻ്റെ ബാക്കി വരും ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Worship His holy name. Sing like never before. Oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. Good morning, sisters. Psalms 37 verse 1 to 40. Here is a psalm that teaches us and encourages us to do what is right and not take shortcuts in life. Even when you see others grow around you because of taking the easy way out, their success is only temporary. God calls us to live well-pleasing lives and tells us that we are not alone. He will bless those who trust in Him and provide for us more abundantly. Psalms 37 verse 1. Fret not thyself because of evildoers, neither be thou envious against the workers of iniquity, for they shall soon be cut down like the grass, and wither as the green herb. These verses indicate that although those that do wicked deeds become successful and grow, do not envy them, because soon their time will come to an end. In other words, good things happen to bad people is just temporary. Verse 3. Trust in the Lord and do good, so shalt thou dwell in the land, and verily thou shalt be fed. This verse tells us what we should do is trust in God and do good wherever you live, and you will be provided with what you need. Verse 4. Delight thyself also in the Lord, and He shall give thee the desires of thine heart. Commit thy way unto the Lord, trust also in Him, and He shall bring it to pass.
These verses teach us to enjoy your time in God's presence, and He will give you peace that surpasses all understanding. He will give you what your heart truly desires. If you're lonely, He will help you to realize the ones closest to you. If you're facing stress, He will provide you with strength to face each day. Just read His word and see for yourself if it's true. If you feel inadequate, He says, "That's all I need to make you someone. Do you trust me?" Verse 6. And He shall bring forth thy righteousness as the light, and thy judgment as the noonday. Rest in the Lord and wait patiently for Him. Fret not thyself because of him who prospereth in his way, because of the man who bringeth wicked devices to pass. Again, the psalmist tells us to be patient and wait for God to do His wonder-working miracles, and not be discouraged or frustrated, even though others are cheating or taking shortcuts. Verse 8. Cease from anger and forsake wrath. Fret not thyself in any wise to do evil. The wisdom in this verse says, stop yourself from being angry, because anger causes you to do bad things that you will regret in the future. Verse 9. For evildoers shall be cut off, but those that wait upon the Lord, they shall inherit the earth. For yet a little while, and the wicked shall not be. Yea, thou shalt diligently consider his place, and it shall not be. But the meek shall inherit the earth, and shall delight themselves in the abundance of peace. We are told to watch and wait. Those that do wrong will fall, but those that wait on God shall be blessed more abundantly. The humble will be blessed and will be surrounded by overflowing peace. Verse 12. The wicked plotteth against the just, and gnasheth upon him with his teeth. The Lord shall laugh at him, for he seeth that his day is coming. When the wicked hurt those that are just, God will laugh at them, knowing that their end is coming. Verse 14. The wicked have drawn out the sword, and have bent their bow, to cast down the poor and needy, and to slay such as be of upright conversation. Their sword shall enter into their own heart, and their bows shall be broken. A little that a righteous man hath is better than the riches of many wicked. For the arms of the wicked shall be broken, but the Lord upholdeth the righteous. The wicked prepare to hurt us when we do what is right, but they will be hurt instead by the things or weapons they use to hurt the just. For it's better to be righteous and poor than it is to be evil and rich, because God holds us up when we fall, but the wicked have no one to save them. Verse 18. The Lord knoweth the days of the upright, and their inheritance shall be forever. They shall not be ashamed in the evil time, and in the days of famine they shall be satisfied. But the wicked shall perish, and the enemies of the Lord shall be as the fat of lambs. They shall consume into smoke, shall they consume away. God knows the days are coming where the righteous will be blessed, although they have difficulties even now. God says that we will not be ashamed, even in times of hunger, we will be satisfied, while the wicked enemies of God will consume the pleasures of this world until they perish into nothing. Verse 21. The wicked borroweth and payeth not again, but the righteous sheweth mercy and giveth. For such as be blessed of him shall inherit the earth, and they that be cursed of him shall be cut off. Although the wicked may borrow or take from you, but if we show mercy and give to others, we do what is right, and God blesses us, while the wicked will have a bad end. Verse 23. The steps of a good man are ordered by the Lord, and he delighteth in his way. Though he fall, he shall not be utterly cast down,
for the Lord upholdeth him with his hand. God is in control of the paths of a good person and is happy with them. That's why, even if he or she falls, he will not fall to the bottom, but God will hold him up with the palm of his hand. The question is not, why do bad things happen to good people? Instead, it's, when bad things do happen, how do we deal with it as Christians? Do we forget about God and blame others or ourselves? Or do we trust in Him? Let us sing this song together. There's a peace I've come to know, though my heart and flesh may fail. There's an anchor for my soul. I can say, it is well. Jesus has overcome, and the grave is overwhelmed. The victory is won. He is risen from the dead, and I will rise when He calls my name. No more sorrow, no more pain. I will rise on eagle's wings before my God, fall on my knees and rise. I will rise. There's a day that's drawing near, when this darkness breaks to light, and the shadows disappear, and my faith shall be my eyes. Jesus has overcome, and the grave is overwhelmed. The victory is won. He is risen from the dead, and I will rise when He calls my name. No more sorrow, no more pain. I will rise on eagle's wings before my God, fall on my knees and rise. I will rise, and I hear the voice of many angels sing, worthy is the Lamb, and I hear the cry of every longing heart, worthy is the Lamb, and I hear the voice of many angels sing, worthy is the Lamb, and I hear the cry of every longing heart, worthy is the Lamb, and I will rise when He calls my name. No more sorrow, no more pain. I will rise on eagle's wings before my God, fall on my knees and rise. I will rise. Jesus can overcome any problem we face. When we are hurting, He will lift us up as on wings like eagles, and holds us in the palms of His hand.
Our God will never let us fall, because while things around us may seem so, it is He who catches us before we hit the ground. So trust in Him, for He will save you, and dawn will surely come. May His name be glorified. Amen. Bless the Lord, oh my soul, oh my soul. Worship His holy name. Sing like never before, oh my soul. I worship Your holy name. And on that day when my strength is failing, the end draws near and my time has come, still my soul will sing Your praise unending. 10,000 years and then forevermore. Good morning, sisters. The topic I would like to share today is a new beginning. Philippians chapter 1 verse 6 says, "Being confident of this very thing, that He who has begun a good work in you will complete it until the day of Jesus Christ." And Lamentations chapter 3 verse 22 to 23, "Through the Lord's mercies we are not consumed, because His compassions fail not. They are new every morning. Great is Your faithfulness." We can be confident that we can wake up to another day, a new day, filled with no mistakes, a second chance, a day that is yet to be added to our timeline, because His mercies are new every morning. I know it's a new beginning for everyone, with school starting or work starting or demands increasing. We are all uncertain of the future. We don't know what's going to happen next, and with the pandemic's second wave predicted to hit around this time, I'm sure we all are a bit anxious. Take the example of Abraham in Genesis chapter 12, verse 1, 2, and 4. Now the Lord had said to Abram, "Get out of your country, from your family, and from your father's house, to a land that I will show you. I will make you a great nation. I will bless you and make your name great, and you shall be a blessing." So Abram departed as the Lord had spoken to him, and Lot went with him. And Abram was 75 years old when he departed from Haran. God told Abraham to pack his bags and leave his hometown and go to a foreign land, an unfamiliar place. It's not easy to let go of everything and trust in God to guide you, especially when you are moving to a new place. I'm sure we've all been there, whether it's moving to a new country, a new job, a new school, a new environment. The transitioning was probably the most difficult. If we go to the chapter, we see later on that it was all for the better. It was to Abraham's benefit, and that land was where a new nation had been born, thus making Abraham the father of many nations. This was Abraham's new beginning. Take Queen Esther as another example. Let's look at Esther chapter 2, verse 8, 12, and 17. So it was, when the king's command and decree were heard, and when many young women were gathered at Shushan the citadel, under the custody of Hegai, that Esther was also taken to the king's palace, into the care of Hegai the custodian of the women. Each young woman's turn came to go to King Ahasuerus after she had completed 12 months' preparation, according to the regulation for the women, for thus were the days of their preparation apportioned, 6 months with oil of myrrh, and 6 months with perfumes, and preparations for beautifying women. The king loved Esther more than all the other women, and she obtained grace and favor in his sight more than all the virgins. So he set the royal crown upon her head, and made her queen instead of Vashti. This is about a Jewish girl who found favor in the eyes of a king, and thus had to leave her family for a period of time, in order to prepare to become someone suitable to live in the palace and potentially become royalty. She eventually marries a king and saves the discriminated Jews from death. God was with Esther and protected her from people who try to kill her and her people being a Jew.
Whether it's starting a new chapter in our lives or reaching a new milestone, God will be there to help us get through it, no matter how impossible it seems. This was Esther's beginning. Here's an example from the New Testament. Paul, being a strict and learned Jew, as a Pharisee, coming from a family of Pharisees, had plotted to kill those who followed Jesus, not realizing that Jesus was indeed God, as mentioned in the book of Acts. We'll read Acts chapter 9, verse 1, 2, 13 to 16, 20 to 22, and 26. Then Paul, still breathing threats and murder against the disciples of the Lord, went to the high priest, and asked letters from him to the synagogues of Damascus, so that if he found any who were of the way, whether men or women, he might bring them bound to Jerusalem. Then Ananias answered, Lord, I have heard from many about this man, how much harm he has done to your saints in Jerusalem. And here he has authority from the chief priests to bind all who call on your name. But the Lord said to him, Go, for he is a chosen vessel of mine, to bear my name before Gentiles, kings, and the children of Israel. For I will show him how many things he must suffer for my name's sake. Immediately he preached the Christ in the synagogues, that he is the Son of God. Then all who heard were amazed and said, Is this not he who destroyed those who called on this name in Jerusalem, and has come here for that purpose, so that he might bring them bound to the chief priests? But Saul increased all the more in strength and confounded the Jews who dwelt in Damascus, proving that this Jesus is the Christ. When God revealed himself to Paul through a vision asking him to live and dedicate his life for Christ, there was a 180-degree change in his character and behavior to those who he once hated and persecuted. Once an individual starts believing in Christ and gets to know him through a personal relationship with him, their character and behavior changes. This was Paul's beginning. Whether it's starting life in a new place, or starting a new milestone, or a change in character due to a new mindset, these are new chapters in our life, a new beginning. Some of us have lost a couple of things due to the pandemic. It may be jobs, businesses, money, a loved one, a secure future, time. But I can say one thing, that God is faithful. We all survived through that first wave, and He will help us as we go through difficulties or uncertainties as the new school year begins. It's hard not knowing what the future has in store for us, but we can cling to the only one God who never changes. While all the world, situations, and circumstances change around us, God, our Heavenly Father, remains the same, because He is the same yesterday, today, and forever, because He loves us. I find it very comforting to know that. Let's sing the song together. The King of love my shepherd is, whose goodness faileth never. I nothing lack if I am His, and He is mine forever. Where streams of living water flow, my ransomed soul He leadeth, and where the verdant pastures grow, with food celestial feedeth. Never failing, ruler of my heart, everlasting, lover of my soul, on the mountain high, or in the valley low, the King of love my shepherd is, the King of love my shepherd is. Lost and foolish off I strayed, but yet in love He sought me, and on His shoulder gently laid, and home rejoicing brought me. In death's dark vale I fear no ill, with Thee, dear Lord, beside me. Thy rod and staff my comfort still, Thy cross before to guide me. Never failing, ruler of my heart, everlasting,
The King of love my shepherd is. Oh, hallelujah, hallelujah. Oh, hallelujah, hallelujah. Never failing, ruler of my heart, everlasting, lover of my soul, on the mountain high, or in the valley low, the King of love my shepherd is. Never failing, ruler of my heart, everlasting, lover of my soul, on the mountain high, or in the valley low, the King of love my shepherd is. The King of love my shepherd is. And so through all the length of days, thy goodness faileth never. Good shepherd, may I sing your praise within your house forever, within your house forever. Although we change, the environment and our surroundings change, God will never change. His mercies are new every morning, and his love never fails. May his name alone be glorified. Amen. Bless the Lord, oh my soul, oh my soul. Worship his holy